ബാക്ക് ടു സൈലം ലേണിംഗ്. സോ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി അല്ലെങ്കിൽ വൈദ്യുത രസതന്ത്രം എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ, നമ്മുടെ കയ്യിലൊരു ബീക്കർ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ഒരു കോപ്പർ റോഡിനെ സിൽവർ നൈട്രേറ്റിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. വാട്ട് കളർ ചേഞ്ച് ഡു യു ഒബ്സർവ് ഇൻ ദിസ് റിയാക്ഷൻ? ഇവിടെ എന്ത് നിറമാറ്റമാണ് കാണാൻ സാധിക്കുക? അപ്പം മക്കളെ, ഇവിടെ അങ്ങനെ നിറമാറ്റം സംഭവിക്കണമെങ്കിൽ, ഒരു കളർ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ദർ ഷുഡ് ബി എ കെമിക്കൽ റിയാക്ഷൻ. അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുമോ? അതെങ്ങനെ അറിയാം? നമുക്ക് ഇവരുടെ റിയാക്ടിവിറ്റി, ക്രിയാശീലത്തെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. തന്നിട്ടുള്ളത് കോപ്പറും സിൽവറുമാണ്. നോക്കിക്കേ, നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ച മെറ്റലായിട്ടുള്ള കോപ്പർ സിൽവറിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് അല്ലേ? കോപ്പറിന്റെ റിയാക്ടിവിറ്റി സിൽവറിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ കോപ്പർ എന്ത് ചെയ്യും? സിൽവർ നൈട്രേറ്റിൽ നിന്നും സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യും, ആദേശം ചെയ്യും. അങ്ങനെ ഇവിടെ ഒരു കളർ ചേഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സൊല്യൂഷൻ ടേൺസ് ബ്ലൂ ഇൻ കളർ. ഇവിടെയുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ബ്ലൂ കളറായിട്ട് മാറും കേട്ടോ. കാരണം എന്താ? കോപ്പർ നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ ബ്ലൂ കളറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ലായനി നീല നിറമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം, വിച്ച് അയൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ചേഞ്ച് ഓഫ് കളർ ഇൻ ദിസ് സൊല്യൂഷൻ? ഈ നിറമാറ്റത്തിന് കാരണം ഏത് അയോണിന്റെ സാന്നിധ്യമാണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കോപ്പർ എന്താ ചെയ്തത് മക്കളെ? നമ്മുടെ കോപ്പർ AgNO3 അഥവാ സിൽവർ നൈട്രേറ്റിൽ നിന്നും സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്തു അല്ലേ? ആദേശം ചെയ്തു. എന്നിട്ട് അവിടെ അവർ കോപ്പർ നൈട്രേറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ കോപ്പർ നൈട്രേറ്റ് ഉണ്ടായതാണ് ഇവിടെ ബ്ലൂ കളറിന് കാരണം. അപ്പോൾ കോപ്പർ നൈട്രേറ്റിലുള്ള അയോൺ ഏതാണ്? ഏത് അയോൺ പുതിയതായിട്ട് വന്നപ്പോഴാണ് ഇവിടെ കളർ ചേഞ്ച് ഉണ്ടായത്? ഇവിടെ കോപ്പർ അയോണുകൾ അല്ലേ? ആ നീല നിറത്തിന് കാരണം കോപ്പർ സൾഫേറ്റ് ആണെങ്കിലും കോപ്പർ നൈട്രേറ്റ് ആണെങ്കിലും ആ ബ്ലൂ കളറിന് റീസൺ എന്ന് പറയുന്നത് കോപ്പർ അയോണുകളുടെ സാന്നിധ്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ Cu2+ അയോൺസ്, നമ്മുടെ കോപ്പർ അയോണുകൾ Cu2+ അയോണുകളുടെ സാന്നിധ്യമാണ് ആ ബ്ലൂ കളറിന്റെ റീസൺ എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് മെറ്റൽ ഈസ് റെഡ്യൂസ്ഡ് ഹിയർ? അപ്പോൾ ഇവിടെ ആർക്കാണ് റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിക്കുക? നമ്മൾ എപ്പോഴും പഠിക്കുന്നത് റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന്, ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന് റിഡക്ഷൻ സംഭവിക്കുന്നു. അത് എല്ലാ കേസുകളിലും ഒരുപോലെയാണ്, അതിനൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണവും ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന് നിരോക്സീകരണം സംഭവിക്കും. അപ്പോൾ ഇവിടെ റിയാക്ടിവിറ്റി കൂടിയത് കോപ്പറിനാണ്. സോ കോപ്പറിനാണ് ഇവിടെ ഓക്സീകരണം സംഭവിക്കുക. റിയാക്ടിവിറ്റി കുറഞ്ഞത് ആർക്കാ? സിൽവറിനാണ്. അപ്പോൾ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിൻ്റെ അയോണിനാണ് കേട്ടോ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിക്കുന്നത്. സോ ഇവിടെ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ എന്ന് പറയുന്നത് സിൽവർ ആണ്. സിൽവറിൻ്റെ അയോൺ Ag+ അയോൺ, അല്ലെങ്കിൽ ഏത് മെറ്റൽ ആണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ സിൽവർ എന്ന് എഴുതിയാലും മതി കേട്ടോ. കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് Ag+ ആണ്. ഇവിടെ ഏത് ലോഹമാണ് എന്ന് ചോദിച്ചത് കൊണ്ട് സിൽവർ എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇനി ഇവിടെയുള്ള ഇക്വേഷൻ്റെ ഓക്സിഡേഷൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കോപ്പർ എന്ന് പറയുന്ന ആൾ Cu2+ ആയിട്ട് മാറിയല്ലേ? എങ്ങനെയാണ് മക്കളെ ഒരു ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് വരിക? ഒരു ആറ്റം, വെൻ ആൻ ആറ്റം ലോസസ് ഇലക്ട്രോൺ ഇറ്റ് ഗെയിൻസ് പോസിറ്റീവ് ചാർജ്. ഒരു ആറ്റം ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോഴാണ് അയാൾക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ടാവുന്നത്. സോ നമ്മുടെ കോപ്പർ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നോ അത്രയും പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് കൊണ്ടാണ് കോപ്പറിന് 2 പോസിറ്റീവ് ചാർജ് വരുന്നത്. സോ നമ്മുടെ കോപ്പർ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത Cu2+ ആയിട്ട് മാറുന്നു. റിഡക്ഷൻ എങ്ങനെയാ വരിക? അത് Ag+, സിൽവർ അയോണിനാണ് റിഡക്ഷൻ സംഭവിക്കുക. Ag+ ഇലക്ട്രോണിനെ വാങ്ങി സിൽവർ ആയിട്ട് മാറും. അതാണ് റിഡക്ഷൻ്റെ ഇക്വേഷൻ, നിരോക്സീകരണത്തിൻ്റെ സമവാക്യം എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇതുപോലെ ഇക്വേഷൻ എഴുതാൻ കൃത്യമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. എ പിക്ചർ ഓഫ് ഇലക്ട്രോലൈസിസ് ഓഫ് ആസിഡിഫൈഡ് വാട്ടർ ഈസ് ഗിവൺ ബിലോ. ആസിഡ് ചേർന്ന ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് സെൽ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദിസ് ഫിഗർ? ഏത് തരം സെല്ലാണ് മക്കളെ? ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രോലൈസിസ്, വൈദ്യുത വിശ്ലേഷണം എന്നൊക്കെ പറയുമ്പോൾ അവിടെയുള്ളത് ഗാൽവനിക് സെല്ലാണോ? അല്ല. ഇലക്ട്രോലൈസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക, അവിടെ പറഞ്ഞിട്ടുള്ളത്
ഇലക്ട്രോലിറ്റിക് സെല്ലിനെ പറ്റിയിട്ടാണ് അല്ലെ. ഇലക്ട്രോലിറ്റിക് സെൽ അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ സെല്ലുകളെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദി സെൽ. ഇവിടെ സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. നമ്മുടെ വാട്ടർ മോളിക്യൂൾ 2H2 വാട്ടർ മോളിക്യൂള് കറണ്ട് കടത്തിവിടുമ്പോൾ ആരായിട്ടാ മാറുക? ഹൈഡ്രജൻ ഗ്യാസും അതേപോലെ O2 ഗ്യാസുമായിട്ട് മാറുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇനി നെയിം ദ ഇലക്ട്രോഡ് ഇൻ വിച്ച് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ഏതാ? അതിനൊരു കൃത്യമായിട്ടൊരു കോഡ് ഉണ്ട്. കോഡ് എന്ന് പറയുന്നത് ആനോക്സും റെഡ് കാറ്റും. ഓക്സ് എന്ന് പറഞ്ഞാൽ ആനോഡ്, ഓക്സ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ, ഓക്സീകരണം. അപ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഇനി റെഡ് കാറ്റ്, റെഡ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ, കാറ്റ് എന്ന് പറഞ്ഞാൽ കാഥോഡാണ്. അപ്പോൾ റിഡക്ഷൻ സംഭവിക്കുന്നത് കാഥോഡിലാണ്. അപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ചേ, ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനും സംഭവിക്കുന്നു. ആനോഡിൽ ഓക്സീകരണവും കാഥോഡിൽ നിരോക്സീകരണം സംഭവിക്കുന്നു. സോ ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണെന്നാണ്. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയായിരിക്കും? ആനോഡിലായിരിക്കും കേട്ടോ. ആനോഡിലാണ് ഇവിടെ ഓക്സീകരണം സംഭവിക്കുന്നത്. ഇപ്പം നമ്മളിത് എക്സ്പെക്ട് ചെയ്യാത്തൊരു ഏരിയയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത് അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് എന്തും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ചോദ്യം എന്താ? ആനോഡിൽ കോപ്പർ Cu2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് Cu2+ ആയി. കാഥോഡിൽ ഈ കോപ്പർ അയോൺസ് 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് കോപ്പർ ആയി. ബേസ്ഡ് ഓൺ ദി എബോവ് റിയാക്ഷൻ ഡ്രോ എ ഡയഗ്രാം ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് അയൺ ബാങ്കിൾ. അപ്പോൾ ഇരുമ്പ് വളയുടെ വൈദ്യുത ലേപനത്തിന്റെ ചിത്രം വരയ്ക്കാനാണ് ഇപ്പോൾ തന്നിട്ടുള്ള ഇക്വേഷനെ വെച്ചിട്ട്. അപ്പോൾ വൈദ്യുത ലേപനം നടത്തണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ബീക്കർ വേണം അല്ലേ. എൻ്റെ ബീക്കറിൻ്റെ ഷേപ്പ് ശരിയായില്ല. ഓക്കെ, ബീക്കർ വേണം. ഇനി എന്ത് വേണം? നമ്മുടെ അയൺ റിങ് വേണ്ടേ, അയൺ ബാങ്കിൾ വേണ്ടേ, ഇരുമ്പ് വള വേണം. അപ്പോൾ ഇരുമ്പ് വളയുടെ മുകളിൽ ഇവിടെ നമുക്ക് റിയാക്ഷൻ കണ്ടാൽ മനസ്സിലാവും. ആനോഡിലും കാഥോഡിലും കോപ്പറാണ് എടുത്തിട്ടുള്ളത് അല്ലേ. ആനോഡിൽ ഓക്സീകരണം സംഭവിക്കുന്നത് കോപ്പറിനാണ്. അപ്പോൾ ബേസിക്കലി നമ്മുടെ അയൺ ബാങ്കിളിൻ്റെ മുകളിൽ നമ്മൾ കോപ്പറിനെയാണ് പ്ലേറ്റ് ചെയ്യുക അല്ലേ. ഏത് മെറ്റലാണോ എടുക്കുന്നത് അയാളാണ് നമ്മുടെ ആനോഡ്. ഏത് മെറ്റലിനെ കൊണ്ടാണോ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യേണ്ടത്, ഏത് ലോഹത്തെ കൊണ്ടാണോ വൈദ്യുത ലേപനം നടത്തേണ്ടത് അയാളാണ് ആനോഡ്. സോ ഇവിടെ കോപ്പറാണ് ആനോഡ്, വിച്ച് മീൻസ് ഇരുമ്പ് വളയുടെ മുകളിൽ നമ്മൾ കോപ്പറിനെ പ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കോപ്പർ റോഡിനെ കൂടി എടുത്തു വെക്കാം. മാർക്ക് ചെയ്യണം കേട്ടോ, മറക്കരുത്. ഇനി നമുക്ക് ഇതിനെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാം. ഓർത്തിരിക്കേണ്ട കാര്യം എന്താ? ആരെയാണോ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യേണ്ടത് അയാളെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യണം. ഇപ്പം ഇവിടെ ഇരുമ്പ് വളയിനെ നമ്മൾ വൈദ്യുത ലേപനം ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യണമെങ്കിൽ ഇരുമ്പ് വളയെ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ, അതായത് ചെറിയ വരയിലേക്ക് കണക്ട് ചെയ്യുക. ഇനി ആരെക്കൊണ്ടാണോ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യേണ്ടത് അയാളെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യും. ഇവിടെ കോപ്പർ കൊണ്ടാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്നത്. സോ കോപ്പറിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ അല്ലെങ്കിൽ ഇതുപോലെ വലിയ വരയിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇരുമ്പ് വളയെ നെഗറ്റീവിലേക്കും കോപ്പറിനെ നമ്മൾ പോസിറ്റീവിലേക്കും കണക്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ വെറുതെ പറഞ്ഞാൽ പോരാ, ഇതൊക്കെ അവിടെ മാർക്ക് ചെയ്യണം കേട്ടോ. ഇതൊക്കെ മാർക്ക് ചെയ്യണം. നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് മാർക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേബലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വെറുതെ വരച്ചാൽ മാത്രം പോരാ, കൃത്യമായിട്ട് നമ്മൾ ലേബൽ ചെയ്യണം. ഇനി ഇത് കംപ്ലീറ്റ് ആയോ? ഇവിടെ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് ഇലക്ട്രോലൈറ്റ് വേണം അല്ലേ. ആ ഇലക്ട്രോലൈറ്റ് ആരാണ്? ഏത് മെറ്റൽ കൊണ്ടാണോ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്നത് അയാളാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് അല്ലേ. ഏത് ലോഹം കൊണ്ടാണോ വൈദ്യുത ലേപനം ചെയ്യുന്നത് അയാളുടെ ലവണ ലായനി, അയാളുടെ സോൾട്ട് സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ കോപ്പർ കൊണ്ടാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പറിൻ്റെ സാന്നിധ്യമുള്ള സൊല്യൂഷൻ അല്ലേ, കോപ്പറിൻ്റെ പ്രസൻസ് ഉള്ള സൊല്യൂഷൻ, അതായത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, നമുക്കിവിടെ കോപ്പർ സൾഫേറ്റിൻ്റെ ലായനിയെ ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോ പ്ലേറ്റിംഗ് വൈദ്യുത ലേപനത്തിൻ്റെ ഡയഗ്രാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൈറ്റ് എനി വൺ യൂസ് ഓഫ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. വൈദ്യുത ലേപനത്തിൻ്റെ ഒരു ഉപയോഗം എന്താണ് മക്കളെ? എന്തൊക്കെ ഉപയോഗങ്ങൾ പറയാം? അപ്പോൾ വൈദ്യുത ലേപനത്തിൻ്റെ ഒരു യൂസ് അല്ലെങ്കിൽ മെറിറ്റ് എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. സിങ്ക് റോഡ് ഇസ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് solution. Okay, copper is deposited on zinc. The intensity of blue color copper sulfate solution decreases. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സിങ്ക് തണ്ടിനെ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ നമ്മൾ ഇറക്കി വെച്ചു. പിന്നെ നമ്മൾ 2 ഒബ്സർവേഷൻസ് ആണ് കണ്ടത്. ഒന്ന്, കോപ്പർ സിങ്കിന്റെ മുകളിൽ നിക്ഷേപിക്കപ്പെടുന്നു. 2, കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറത്തിന്റെ തീവ്രത കുറയുന്നു.
വിച്ച് മെറ്റൽ ഈസ് ലെസ് റിയാക്റ്റീവ്? സിങ്കും കോപ്പറും എടുത്ത് നമ്മുടെ റിയാക്ടിവിറ്റി സ്റ്റഡീസ് നിർബന്ധമായിട്ടും പഠിക്കണം മക്കളെ. അപ്പോൾ സിങ്ക് റിയാക്റ്റീവ് എടുത്താൽ സിങ്ക് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. അതുകൊണ്ടാണ് കോപ്പർ സൾഫേറ്റിൽ നിന്നും കോപ്പറിനെ സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ എന്ന് പറയുന്നത് കോപ്പർ ആയിരിക്കും. ഇനി നടക്കുന്ന പ്രവർത്തനം എഴുതാനാണ് സിങ്കിനെ നമ്മൾ എന്ത് ചെയ്യാം മക്കളെ? കോപ്പർ സൾഫേറ്റിലേക്കാണ് ഇറക്കി വെക്കുന്നത്. സോ സിങ്ക് നേരെ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും, അത് കോപ്പർ ആറ്റമായിട്ട് മാറും. എന്നിട്ട് സിങ്കും സൾഫേറ്റും തമ്മിൽ കൂടിച്ചേർന്ന് സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറുന്നു. ഇനി റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദി എബോ ഒബ്സർവേഷൻ. രാസപ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. ഓക്കെ, സോറി, അപ്പം സി ക്വസ്റ്റ്യൻ ആണ് ഞാൻ ബിയിൽ കൊണ്ട് എഴുതിയത് അല്ലേ. ഓക്കെ, ഇക്വേഷൻ ആണിത്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ് മക്കളെ? സിങ്ക് ഡിസ്പ്ലേസസ് കോപ്പർ അല്ലേ. സിങ്ക് ഡിസ്പ്ലേസസ് ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ നിന്നും സിങ്ക് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആദേശം ചെയ്യുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഇവിടെ നടക്കുന്നത് ഏത് റിയാക്ഷനാ? അതായത് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ സംഭവിക്കുന്നു. ഇവിടെ ആദേശ രാസപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എഴുതി കൊടുത്തിട്ടുണ്ട്. സിങ്കും കോപ്പർ സൾഫേറ്റും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ വൈകിട്ടത്തെ മെഗാ മാരത്തോണിൽ കൃത്യം 7 മണിക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ മെഗാ മാരത്തോണിൽ ഉണ്ടാവണം. പിന്നെ ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ ഒരു യൂസസ് കൂടെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടെന്ന് മിസ് വിശ്വസിക്കുന്നു. കളിച്ച് ചിരിച്ച് നടക്കാതെ റിവൈസ് ചെയ്യാനുള്ളതാണ്. ഓരോ മൊമെൻറ്റും ഓരോ നിമിഷം വിലപ്പെട്ടതാണെന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക. സോ നമുക്ക് വൈകിട്ട് കൃത്യം 7 മണിക്കത്തെ ലൈവിൽ എല്ലാവരെയും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഉഷാറാക്ക്.